ഹലോ, അപ്പോൾ ഞാനും റേയും കൂടെ റേൻ്റെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ബുക്സും യൂണിഫോമും ഒക്കെ കൊടുക്കുന്ന ഡേറ്റ് ആണെന്ന് പറഞ്ഞ് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ആലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പല്ലൂരിലാണ് കേട്ടോ. LKGയിലേക്കുള്ള ന്യൂ അഡ്മിഷനാണ് റേയു. കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഏരിയയാണ് LKG UKG പ്രീ പ്രൈമറി സെക്ഷൻ കേട്ടോ. അതിന് മുമ്പ് തന്നെ കാണുന്നതാണ് അവരുടെ പ്ലേ ഗ്രൗണ്ടും. റീവ് എന്നെ നേരെ കൊണ്ടുപോകുന്നത് ഈ ഡ്രിങ്കിങ് വാട്ടർ ഏരിയ സെക്ഷനിലോട്ടേക്കാണ്. കാരണം അവനിവിടെ വന്ന് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിന് എന്തൊക്കെയോ മറുപടി എനിക്ക് തരുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതിൻ്റെ ടോപ്പിലാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ വലിയ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് സെക്ഷനൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ടേക്ക് പോവുകയാണ്, ഓഫീസിലോട്ടേക്ക്. കാരണം അവിടുന്ന് വേണം നമുക്ക് ഫീ ഒക്കെ അടച്ചതിന് ശേഷം ബുക്സ് കളക്ട് ചെയ്യാൻ. ബുക്കൊക്കെ കിട്ടി. അതിനുശേഷം നമ്മൾ നേരെ ഇതുപോലുള്ളൊരു സെക്ഷനിലോട്ടേക്ക് വന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ സെക്ഷൻ വൈസ് അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നോക്കി നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യണം. ബുക്കിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എണ്ണം. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഗ്രൗണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ബസ്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് യൂണിഫോം സെക്ഷനിലോട്ടാണ്. ഇവിടെ ഓൾറെഡി എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സൈസിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ താഴേക്ക് വരികയാണ്. ഒരുപാട് നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ടൈം പോയത് അറിഞ്ഞതേയില്ല. പുറകിൽ കാണുന്നതാണ് കേട്ടോ ഓഫീസ് സെക്ഷൻ. അങ്ങനെ അവിടുന്ന് സംസാരിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പോവാണ് താഴോട്ടേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്രീ പ്രൈമറി സെക്ഷൻ. ഒക്കെ ക്ലോസ്ഡ് ആണ്. ക്ലാസ് റൂംസൊക്കെ ഇതിന് മുമ്പേ ഒരു വീഡിയോസിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി മുതൽ ഈ ഒരു കൂട്ടിലാണ്. അവിടെ കിടന്ന് അവനൊരു പിക്ക് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എടുത്ത ഫോട്ടോ ആണിത്. എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. ഒന്നും നോക്കിയില്ല, നേരെ ഫലൂഡയിലോട്ട് കയറി അവന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സലാഡ് തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാജേഷ് ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാത്ര ഭയങ്കര ഇടങ്ങാറായിരുന്നു. കാരണം വണ്ടി ഇല്ലല്ലോ. പിന്നെ ഒടുക്കത്തെ ചൂടുമായിരുന്നു. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അവന് ഇഷ്ടമുള്ള ഫ്രൂട്ട് സലാഡ് തന്നെ വാങ്ങിക്കൊടുത്തു. അതാകുമ്പോൾ കുറേ നട്ട്സും ഫ്രൂട്ട്സും ഒരു കുഞ്ഞി സ്കൂപ്പ് ഐസ്ക്രീം മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഫുഡും കൂടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. റേയുവിൻ്റെ ബുക്സാണ് കേട്ടോ ഇതൊക്കെ. വീട്ടിൽ വന്ന ഉടൻ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് മൊത്തം ഒന്ന് നോക്കിട്ടോ. ഇത് കൂടാതെ നമുക്ക് ഡ്രോയിങ് ബുക്കും കൂടെ ഉണ്ട്. പിന്നെ അവൻ്റെ ഡയറി. അയ്യോ, അങ്ങനെ വീട്ടിലെത്തിയിട്ടോ ആകെ മൊത്തം ടയേർഡായി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. കാരണം നമ്മൾ ഇതിനു വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.